അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി അബ്ബാറ് പറയണത് ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. ഖുറൈശികളെ ഇണക്കിയതിനാൽ ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. ഉഷ്ണകാലത്തെയും അതുപോലെ ശൈത്യകാലത്തെയും യാത്രയുമായി അവരെ ഇണക്കിയതിനാൽ. ഇവിടെ ജബ്ബാർ പറഞ്ഞത് ഖുറൈശികളെ പരസ്പരം ഇണക്കിയത് കൊണ്ട് എന്നാണ് ലീലാഫി ഖുറൈശ് എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ വിരോധമൊന്നുമില്ല. ഖുറൈശികൾ അത്രമാത്രം വലിയ ആഭ്യന്തര യുദ്ധത്തിലോ കലഹത്തിലോ ഒന്നും അല്ല ഉണ്ടായിരുന്നത്. അവരേറെക്കുറെ ഐക്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പോയത്. പിന്നെ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും ഉണ്ടാകാവുന്ന ചില അസ്വാരസ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ ഈ യാത്ര ശൈത്യകാലത്തും ഉഷ്ണകാലത്തുള്ള യാത്ര. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജബ്ബാർ പറയുന്നത് ഖുറൈശികൾ ഒരു സെറ്റിൽഡ് സമൂഹമായിരുന്നില്ല, അവർ നാടോടികളായിരുന്നു. നല്ല ഭാവനയാണ്. ഖുറൈശികൾ ഒരിക്കലും മക്കയിൽ സെറ്റിൽഡ് ആയിരുന്നില്ല, അവരെ സുസ്ഥിരമായി ജീവിക്കുന്ന ഒരു വിഭാഗമായിരുന്നില്ല. അവർ ഉഷ്ണകാലത്തും ശൈത്യകാലത്തും തെക്കോട്ടും വടക്കോട്ടും അത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്യുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ നാടോടികളായിരുന്നു. എവിടുന്നാണാവോ ഈ മഹാപണ്ഡിതന് ചരിത്രകാരന് ഇങ്ങനെയുള്ളൊരു അമൂല്യമായിട്ടുള്ള വിവരം കിട്ടിയത് നമുക്കറിയില്ല. കാരണം മക്ക എന്ന് പറയുന്നത് ഖുറൈശികളുടെ ആവാസ കേന്ദ്രമായിരുന്നു എന്നത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് മാത്രമല്ല, മക്കയിലുള്ള ഈ ഖുറൈശികളെ അറേബ്യയുടെ മക്കൻ്റെ ചുറ്റുഭാഗത്തുള്ള യമൻ മുതൽക്ക് ഷാമ് വരെയുള്ള പ്രദേശങ്ങളിലെ അറബികളെല്ലാവരും ആദരിച്ചിരുന്നത് അവർ ഈ കഅബയുടെ സംരക്ഷകരും അവിടെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണവും വെള്ളവുമൊക്കെ കൊടുത്ത് അവരെ സൽക്കരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളും എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഇവർ മാസങ്ങളോളം അങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഊര് ചുറ്റി യാത്ര ചെയ്ത് നാടോടികളായി കഴിയുകയാണെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഗതിക്ക് കഴിയുക? ഖുറൈശികളിലെ ബനു ഉമയ്യ അതുപോലെ തന്നെ ബനു ഹാഷിം, ഈ രണ്ട് കുടുംബങ്ങളാണ് കഅബയുടെ കാര്യങ്ങൾ കൈയാളിയുന്നത്. അതിൽ ബനു ഹാഷിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. ബനു ഉമയ്യ എന്ന് പറയുന്നത് ഹാഷിമിൻ്റെ സഹോദരൻ ഉമയ്യത്തിൻ്റെ സന്താന പരമ്പരയാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒന്നിച്ചാണ് കഅബയുടെ കാര്യം കൈയാളിയുന്നത്. ഈ കഅബയുടെ വരുന്ന ഉംറക്കും ഹജ്ജിനും ഒക്കെ വരുന്ന ആളുകൾ അവിടെ വരുമ്പോൾ അവിടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന്, അറേബ്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അവിടെ കച്ചവടത്തിന് വരുന്ന കച്ചവടക്കാർ, അതുപോലെ ഈ തീർത്ഥാടകർ, ഇവർ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഖുറൈശികൾ ചെയ്തിരുന്ന സംഗതിയാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയണം, കഅബയുടെ ചുറ്റും തവാഫ് ചെയ്തിരുന്ന ഹജ്ജിൻ്റെയും ഉംറയുടെയും ഭാഗമായിട്ട് കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ആ തവാഫ് ചെയ്യുന്ന ആളുകൾ അവർ ഉടുത്തിട്ടുള്ള കൊണ്ടുവന്ന വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ പാടില്ല. തങ്ങൾ കൊടുക്കുന്ന വസ്ത്രം ഉപയോഗിച്ച് വേണം അവർ തവാഫ് ചെയ്യാൻ എന്ന് വരെ തിട്ടൂരം പാസ്സാക്കിയിട്ടുള്ളവരാണ് ഖുറൈശികൾ. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇവിടെ തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾ അവരുപയോഗിച്ച വസ്ത്രം, അവർക്ക് ഖുറൈശികളിൽ നിന്ന് വസ്ത്രം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ കിട്ടിയ ആളുകൾ അത് പിന്നെ ഉപയോഗിച്ചിട്ട് തവാഫ് ചെയ്യും. എന്നിട്ട് പിന്നെ ആ വസ്ത്രം അവർ ഒഴിവാക്കുക, വേറെ ആരും എടുക്കൂല. അത് കിട്ടാത്ത ആളുകൾ, പുരുഷന്മാർ പകലും പെണ്ണുങ്ങൾ രാത്രിയിലും നഗ്നരായിട്ടാണ് അവിടെ തവാഫ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ ചരിത്രത്തിലുള്ള സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിലുള്ള ഈ സംഗതി ഒക്കെ ഉണ്ടായിരിക്കെയാണ് ജബ്ബാർ പറഞ്ഞത് ഖുറൈശികൾ അവർ നാടോടികളായിരുന്നു. നാടോടികളുടെ സ്വഭാവം എന്താണ്? അത് ചരിത്രത്തിൽ നമ്മൾക്ക് വായിക്കെടുക്കാൻ കഴിയുന്ന കാര്യമാണ്.
ചരിത്രത്തിൽ മാത്രമല്ല നമ്മുടെ കാലഘട്ടത്തിൽ പോലും അങ്ങനെയുള്ള സംഘങ്ങളെ നമ്മൾക്ക് കാണാൻ കഴിയും. അവർ ഒരു സ്ഥലത്ത് കുറച്ച് കാലം ജീവിക്കും, കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പോകും, പിന്നെ വേറെ സ്ഥലത്ത് പോകും. അവരെന്നാണ് നാട്ടിൽ തിരിച്ചെത്താന്ന് പോലും പറയാൻ പറ്റൂല. അപ്പം ഇങ്ങനെയുള്ള തനി കള്ളത്തരം പൊള്ളും പറഞ്ഞിട്ടാണ് ജബ്ബാർ പിന്നെ ഈ സംഗതി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന് ജബ്ബാർ പറയണത്, എത്ര വില കുറഞ്ഞ പടച്ചോനാണ് മുഹമ്മദിൻ്റെ പടച്ചോൻ അള്ളാഹു എന്നാണ്. കാരണം ഖുറൈശികൾക്ക് വേണ്ടിയാണ് ഈ കാലാവസ്ഥകളെ അള്ളാഹു മാറ്റിക്കൊടുത്തിട്ടുള്ളതെന്നാണ് ഖുർആനിൽ പറയുന്നത്, ഈ സൂറത്തിൽ പറയുന്നതെന്നാണ്. അത് ഇതിനേക്കാൾ വലിയൊരു വിഡ്ഢിത്തമാണ്. കാരണം ഖുർആനിൽ അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടില്ല. ഖുറൈശികൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ നാടോടികളായതുകൊണ്ട് അവർക്ക് തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചതെന്നല്ല. യാത്ര എന്ന് പറയുന്നത് പിന്നെ ഒരു യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അവിടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്, പലതും ചിലപ്പോൾ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അറേബ്യയുടെ അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഈ കച്ചവടത്തിനൊക്കെ പിന്നെ പോകുന്ന അല്ലെങ്കിൽ യാത്രക്കാരെ കയ്യിലുള്ളതൊക്കെ പിടിച്ചു പറിക്കുക എന്നുള്ളതും അവിടെ സാധാരണമായിട്ട് നടന്നിരുന്ന സംഗതിയാണ്. ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഖുറൈശികൾ വർഷത്തിൽ 2 കച്ചവടമാണ് അവർ നടത്തിയിരുന്നത്. അത് ഒന്ന് തെക്ക് യമനിലേക്ക് പോയിട്ടാണ് കച്ചവടത്തിന് യാത്ര പോവുക, മറ്റൊന്ന് വടക്കോട്ട് ഷാമിലേക്കാണ്. ഷാം എന്ന് പറഞ്ഞാൽ അന്നത്തെ സിരിയ, യമൻ പിന്നെ ആ പേരിൽ തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ കച്ചവടത്തിൽ നമ്മളെ കേരളത്തിൽ നിന്നുള്ള പിന്നെ വ്യഞ്ജനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും തേക്കടക്കമുള്ള വസ്തുക്കളൊക്കെ അതിലുണ്ടാവുമായിരുന്നു. യമനിലൂടെ പിന്നെ യമനിലേക്ക് പിന്നെ കച്ചവടത്തിന് പോകുമ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ ശേഖരിച്ചിട്ട് അതോടൊപ്പം തന്നെ അവർക്ക് മക്കയിൽ അവരുടെ നിത്യച്ചെലവിനൊക്കെ ആവശ്യമുള്ള വസ്തുക്കളും അവിടെ നിന്ന് ശേഖരിക്കും. എന്നിട്ട് ഈ കച്ചവട സാധനങ്ങളുമായിട്ട് പിന്നെ അവർ പിന്നെ ഷാമിലേക്കാണ് പോണത്. ഷാമിൽ പോയിട്ട് ഇത് അവിടെ വിറ്റിട്ട് അവിടുന്ന് ഇവർക്ക് ആവശ്യമുള്ള അതുപോലെ യമനിലെ ആളുകൾക്ക് ആവശ്യമുള്ളതുമായിട്ട് ഇങ്ങോട്ട് പോകും. ഇത് നമ്മുടെ കേരളീയ ചരിത്രത്തിൽ പോലും രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. ഇംറുൽ ഖൈസിൻ്റെ കവിതയിൽ വരെ കുരുമുളകിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. തറാബാറൽ ആറാമി ഫി അറസാതിഹ വഖിആനിഹ കഅന്നഹു ഹബ്ബു ഫിൽഫുലി എന്നാണ്. ആ തൻ്റെ പിന്നെ തറാഫി തൻ്റെ കാമുകിയുടെ വീട്ടുമുറ്റത്ത് പിന്നെ മുയൽ വന്നിട്ട് കാഷ്ടട്ടതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പിന്നെ കുരുമുളകിനോടാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ കുരുമുളകിനെ സംബന്ധിച്ചുള്ള അറിവ് ഇംറുൽ ഖൈസിന് കിട്ടിയതെന്ന് ചോദിച്ചാൽ, അത് കേരളത്തിൽ നിന്ന് കുരുമുളക് കയറ്റി വരുന്ന ഈ കച്ചവട സംഘത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹം അവർക്ക് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഏത് കാലഘട്ടത്തിൽ എങ്ങോട്ട് പിന്നെ ഉഷ്ണകാലത്ത് എവിടെയാണ് കൂടുതൽ ഉഷ്ണം ഉണ്ടാവുക, ശൈത്യകാലത്ത് എവിടെയാണ് ശൈത്യം ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ യാത്രയിൽ മറ്റുള്ളവരുടെ ആക്രമണമർദ്ദനങ്ങളിൽ നിന്ന് പിടിച്ചുപറികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പാകത്തിൽ അവർക്ക് സുരക്ഷിതത്വമേക, ഇതും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും സുരക്ഷിതത്വം പിന്നെ നേടിയെടുക്കാനും ഒക്കെ പാകത്തിൽ, അതാണ് ഇവിടെ ഖുറൈശികളെ ഈ യാത്രയുമായിട്ട് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായിട്ട് ഇണക്കി എന്ന് പറയുന്നുകൊണ്ട് ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനെ ജബ്ബാർ പിന്നെ വേറെ രീതിയിൽ പിന്നെ എന്ത് ചെയ്തു വ്യാഖ്യാനിച്ചു. മൂപ്പർ ഖുർആൻ്റെ വലിയ മുഫസ്സിറായി ചമയാണല്ലോ. എന്നിട്ട് ഖുറൈശികൾക്ക് വേണ്ടി അവരുടെ ഈ നാടോടികളായ ഖുറൈശികളുടെ ഈ ഊര് ചുറ്റലിന് ഭാഗത്തിൽ അള്ളാഹു പിന്നെ ഈ ഉഷ്ണകാലത്തെയും അതുപോലെ തന്നെ ശൈത്യകാലത്തെയും ഒക്കെ സംവിധാനിച്ചു എന്നാണ് പടച്ചോൻ പറയുന്നത്. അതുകൊണ്ട് ഈ പടച്ചോൻ എത്ര പിന്നെ ഇതാണ് പിന്നെ വില കുറഞ്ഞ ആളാണ് എന്നാണ് മൂപ്പർ പറയണത്. അപ്പം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ഒരുത്തന് യുക്തിവാദി ചമഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ജബ്ബാർ തന്നെയാണ്. വസ്തുതകളായി മനസ്സിലാക്കുന്നതിന് പകരം തനിക്കെന്താണോ പറയേണ്ടത് അത് പിന്നെ
ഉണ്ടാക്കിയെടുത്തിട്ട് അല്ലെങ്കിൽ നിരൂപിച്ചെടുത്തിട്ട് അത് ഖുർആൻ്റെ മേലും അള്ളാഹിൻ്റെ മേലും റസൂലിൻ്റെ മേലും ഒക്കെ കെട്ടിവെക്കുകയാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിശുദ്ധ ഖുർആനിൽ എവിടെയും തന്നെ ജബ്ബാർ പറയുന്ന രീതിയിൽ ഇവർക്ക് വേണ്ടി അള്ളാഹു സാഹചര്യങ്ങളെ അല്ലെങ്കിൽ കാലാവസ്ഥകളെ മാറ്റി എന്നെവിടെയും പറയില്ല. ഈലാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രയുമായി ഇണക്കുക എന്ന് പറഞ്ഞാൽ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ യാത്രയുമായി ഇണക്കി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ യാത്രയ്ക്ക് സൗകര്യപ്പെടും വിധത്തിൽ, നിങ്ങളുടെ യാത്രയ്ക്ക് സൗകര്യപ്പെടും വിധത്തിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും മാറ്റി എന്നല്ല. അങ്ങനെയാണെങ്കിലാണ് പ്രയോഗിക്കേണ്ടത് മറ്റൊരു പ്രയോഗമായിരുന്നു. അപ്പോൾ അതിന് പകരം ഇവിടെ ഈലാഫിഹിം രഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്, ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രയുമായിട്ട് അവരെ ഇണക്കി എന്നാണ്. അപ്പോൾ ആ യാത്ര ചെയ്യാൻ പാകത്തിൽ അവർക്ക് അള്ളാഹു എന്ത് ചെയ്തു? മാനസികമായും ശാരീരികമായും മറ്റു വിധത്തിലുമൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുകയും മറ്റുള്ളവരുടെ പിടിച്ചുപറിയും ആക്രമണവും ഇല്ലാതെ അവർക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്ത് പോകാനും തിരിച്ചു വരാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടത് അള്ളാഹുവാണ്. അതിനെന്താ പറ്റുന്ന അത്ഭുതമുള്ള സംഗതി? ഇതല്ലാതെ കാലാവസ്ഥയെ ഇവർക്ക് അനുസൃതമായി മാറ്റി എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ ഈ ഇവർക്ക് നൽകിയിട്ടുള്ള, അതായത് മക്കയിലെ ആളുകൾക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. വയുതഖത്തഫുന്നാസു മിൻ ഹൗലിഹിം അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫുന്നാസു മിൻ ഹൗലിഹിം എന്നാണ്. അവർക്ക് ഹറമിനെ നിർഭയമായ ഒരു പ്രദേശമാക്കി നമ്മൾ നൽകി. അവർക്ക് ചുറ്റും ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയുമായിട്ട് മക്കയുടെ ചുറ്റുവട്ടത്തിലുള്ള പ്രദേശങ്ങളിലൊക്കെ രൂക്ഷമായിട്ടുള്ള കൊല്ലും കൊലയൊക്കെ നടക്കുമ്പോഴും മക്ക വളരെ സമാധാനപൂർവമായി കഴിയുന്നു. അവർക്ക് യാത്രയിൽ മറ്റുള്ളവരാൽ ആദരവ് കിട്ടുന്നു. അവരാരും കൊള്ള ചെയ്യുന്നില്ല. ഇതൊക്കെ എന്തിനാണ് കുറിക്കുന്നത്? അള്ളാഹു ഖുറൈശികൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ മുമ്പിലുള്ള, നിങ്ങളുടെ നാട്ടിലുള്ള കഅബ എന്ന് പറയുന്ന ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഉടമയായിട്ടുള്ള അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഖുറൈശികളായതുകൊണ്ട് എന്നല്ല, ഖുറൈശികളെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കഅബയുടെ ഉടമയ്ക്ക് വിധേയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയാണ്. മറ്റ് യാതൊരു ദൈവത്തെയും നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള മുഹമ്മദ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ദൂതനാണ്. അദ്ദേഹത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഖുറൈശികൾ എന്നൊരു പദം പ്രയോഗിച്ചതാണ് ജബ്ബാറിന് തീരെ പിടിക്കാത്തത്. ഇപ്പോൾ ഇന്ത്യക്കാരോട് ഇന്ത്യക്കാരെ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു കൊണ്ട് വേണം മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ജബ്ബാറിൻ്റെ ഭാഷ അനുസരിച്ച് എന്താണ്? ഇന്ത്യക്കാരെ മുഴുവൻ ഇത് പറയുന്ന ആളുകൾ ഇന്ത്യക്കാരെ മറ്റ് ജനങ്ങളുടെ എന്നെക്കാളൊക്കെ ഉയർന്നൊരു ജാതിയായിട്ട് വർഗമായിട്ട് കണക്കാക്കണം എന്ന് പറയുന്നു എന്നാണല്ലോ അപ്പോൾ ജബ്ബാർ പറയേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ ജബ്ബാർ പറയുന്ന ഈ പരിഷ്കൃത യുഗത്തിലെ ലോകത്തിലെ എല്ലാ നാടുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യമാണ്. ഓരോ നാട്ടുകാരും പറയുന്നത് അവരുടെ നാട്ടുകാർ അവരുടെ നാട്ടിൻ്റെ 4 അതിർത്തികൾക്കുള്ളിൽ ആ ദേശീയത അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അവിടെ ഈ ദേശീയത കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ആ നാട്ടുകാർക്ക് ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഒത്തൊരുമൊക്കെ ഉണ്ടാവും. അതേ അവസരം മറുനാടുകളോടോ അവിടെ മറുനാട്ടുകാരോട് വിദ്വേഷമാണ് ഉണ്ടാവുക. ഇപ്പോൾ ട്രംപൊക്കെ ചെയ്യണണ്ടില്ലേ? ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ സംഘപരിവാർ ചെയ്യുന്ന, കാസക്കാർ ചെയ്യുന്ന സംഗതികളൊക്കെ നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഗതി ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ജാതീയത വളർത്തുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഖുർആനിൽ ജബ്ബാർ പറയുന്ന ജബ്ബാറിന് ഏറ്റവും ദേഷ്യമുള്ള സൂറത്ത് ഖുറൈശാണ് എന്നതുപോലെ ഇന്ത്യയിൽ ജബ്ബാറിന് ഏറ്റവും വിദ്വേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെറുക്കപ്പെട്ട സംഗതിയാണ് ഇന്ത്യൻ ഭരണഘടന വരും. അതുപോലെ ലോകത്തിലെ ഓരോ പ്രദേശത്തുള്ള ഭരണഘടനകളൊക്കെ ജബ്ബാറിന് തീരാത്ത ദേഷ്യം കിട്ടും.
കാരണം മൂപ്പർ എത്ര വലിയ വിശാല മനസ്കനും മാനുഷിക ബോധമുള്ള യാതൊരു ജാതീയതയും വർഗീയതയും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത എത്ര വിശുദ്ധനായിട്ടുള്ള മനുഷ്യനാണ്. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് എങ്ങനെയാണ് സൂറത്ത് ഖുറൈശൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുക? പാവം എന്ന് മാത്രമേ ഇത്തരം വിഡ്ഢികളെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാൻ കഴിയുള്ളൂ.